രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആണ്ടാൾ ആണ്ടാൾ ആണ്ടാൾ. രാധയുടെ പ്രണയം കൃത്യമായി കാണുന്ന എൻ്റെ മാന്യരായ പ്രേക്ഷകരെ, രാധാറാണിയുടെ പുനർജന്മമായ ആണ്ടാളുമായി ഞാൻ വരികയാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സ്, കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം നിങ്ങൾക്ക് ഒന്നേന്ന് കാണാൻ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതിൽ ഒന്നേന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാജിയും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയമുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ ആദ്യം തൊട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൂടാതെ എൻ്റെ മാസ്റ്റർ പീസായ അഷ്ടാവക്ര ഗീത, ഓരോ ഹിന്ദുവും അത് കേട്ടിരിക്കണം. കഠിന കൃഷ്ണഭക്തനായ അഷ്ടാവക്രൻ്റെ അഷ്ടാവക്ര ഗീത ഒരിക്കലും നിങ്ങൾ കേൾക്കാതെ പോകരുത്. അതുപോലെ ഹിന്ദുക്കൾ അറിയേണ്ടവ, നമ്മൾ ഹിന്ദുക്കൾ എവിടെയും തല നിവർത്തിപ്പിടിച്ച് നിൽക്കണം. മറ്റൊരാളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോകരുത്. പലപ്പോഴും നമ്മൾ ശിവലിംഗത്തെക്കുറിച്ചും ഗണപതിയെക്കുറിച്ചും ഒക്കെ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി അറിയാൻ പറ്റാതെ നമ്മൾ കിടന്ന് വലയുന്നുണ്ട്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായും കാണണം. പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു. ബന്ധം വേർപെട്ടിരിക്കുന്നവർ, വിവാഹബന്ധം വേർപെട്ടവർ, മാനസികമായി അകന്നിരിക്കുന്നവർ, അവരുടെ മക്കളും കാണണം. അതുപോലെ നിങ്ങളുടെ മക്കൾ ദൂരെ നിന്ന് പഠിക്കുന്നെങ്കിൽ പ്രണയം എങ്ങനെ വിജയിക്കാം, വശ്യമന്ത്രം ഉൾപ്പെടെ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് അങ്ങനെയാണെങ്കിലും ശരിക്കും അത് പ്രണയിക്കുന്നവർക്ക് ഭയങ്കര പ്രയോജനമാണ്. പ്രത്യേകിച്ചും അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾക്ക് വേണ്ടിയാണത്. മക്കൾ പ്രണയിക്കാൻ വേണ്ടിയല്ല ആ വീഡിയോ, മനസ്സിലായില്ലേ? മോശപ്പെട്ട പ്രണയത്തിൽ വീഴാതിരിക്കാനാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. അപ്പം നമുക്ക് നമ്മുടെ ആണ്ടാളമ്മയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. രാധാജിയെയും ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഇനി നമുക്ക് രാധാറാണി അമ്മയ്ക്ക് ഇഷ്ടമുള്ള ജൈവിളിയിലേക്ക് പോകാം. ബർസാനെ വാലി രാധാറാണി കീ ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് സർവ്വ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന, ഒരു പാപവും ചെയ്യാൻ നമുക്ക് ഇടയാകാതെ നമ്മളെ സംരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അങ്ങനെ ആണ്ടാൾ, ഓർമ്മിക്കുക, രാധാറാണിയുടെ പുനർജന്മമായ ആണ്ടാള്. ആണ്ടാൾ എഴുതിയ പുസ്തകമാണ് തിരുപ്പാവൈ. തിരുപ്പാവൈ. ആ തിരുപ്പാവൈ നിങ്ങൾ ധനുമാസത്തിൽ, അത് എങ്ങനെ വ്രതമെടുക്കണമെന്നെല്ലാം ഞാൻ പറഞ്ഞു തരാം. ധനുമാസത്തിൽ കൃത്യമായി വ്രതമെടുത്തിട്ട് ഈ തിരുപ്പാവൈ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കൃഷ്ണനെ നിങ്ങളെല്ലാം കൃഷ്ണൻ്റെ ഗോപികമാരായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഗോലോകത്ത് പോയി കൃഷ്ണൻ്റെയും രാധാജിയുടെയും പാദസേവ ചെയ്ത് എന്നും ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ണിറയെ കണ്ട് ജീവിക്കാം. അങ്ങനെ കൃഷ്ണൻ്റെ ആകാൻ ആഗ്രഹിക്കുന്ന ആരും അത് 90 വയസ്സുള്ള അമ്മയ്ക്കും ചെയ്യാം, 10 വയസ്സുള്ള ബാലികയ്ക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അതാണ് തിരുപ്പാവൈ. തിരുപ്പാവയുടെ ക്ലാസ് ഉടൻ തന്നെ ഞാൻ തുടങ്ങുന്നതാണ്. തമിഴാണ്. പുസ്തകം കിട്ടാൻ പാടാണ്. മലയാളത്തിൽ കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിലും വിഷമിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്ലോകങ്ങൾ തരും. തമിഴ് ആയതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. എനിക്ക് തമിഴ് അറിയാം. ഞാൻ ഓരോ പദത്തിൻ്റെയും അർത്ഥം പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ രാധാഭക്തരെ, ഈ വരുന്ന ധനുമാസത്തിൽ നിങ്ങൾ ഓരോരുത്തരും വ്രതമെടുക്കാൻ പോവുകയാണ്. എൻ്റെ രാധേ ചാനൽ എന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരെ, നിങ്ങൾക്കായിട്ട് ഞാൻ തരുന്ന സമ്മാനമാണിത്. എൻ്റെ ഓണസമ്മാനമാണിത്. നിങ്ങൾ തിരുപ്പാവൈ, ആ തിരുപ്പാവൈ നിങ്ങൾ പാടി വ്രതമെടുക്കൂ. നിങ്ങൾക്കെല്ലാം കൃഷ്ണനെയും രാധാറാണിയെയും ഗോലോകത്ത് നിത്യം കാണാം. അതിന് കഴിയട്ടെ. മനസ്സിലായില്ലേ? മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, നീരാട പോതുവീർ പോതുമിനോ നേരിഴയീർ, നീരാട പോതുവീർ പോതുവിനോ നേരിഴയീർ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ. തിരുപ്പാവയാണ്. തിരുപ്പാവയിലെ ആദ്യത്തെ വരിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആണ്ടാൾ തുടങ്ങുകയാണ്. ഗോലോകം, ഗോലോകം. രാധാറാണിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ ഭൂമിയിലെ പ്രണയത്തിൻ്റെ മാധുര്യം എത്ര അനുഭവിച്ചിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല രാധേ. രാധാറാണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണനുണ്ണി, ഭൂമിയിൽ വെച്ച് നീ പനിക്ക് പകർന്നു തന്ന ആ പ്രണയം എനിക്കും തൃപ്തി തരുന്നില്ല. ഭൂമി എത്ര സുന്ദരമാണ് കണ്ണനുണ്ണി. കൃഷ്ണൻ പറഞ്ഞു, അതെ, ഭൂമി അതീവ സുന്ദരമാണ്. രോഗങ്ങളും ജരാനരകളും മാത്രമാണ് അവിടുത്തെ ഒരു കളങ്കം. അത് മാറ്റി നിർത്തിയാൽ ഭൂമിയെപ്പോലെ സുന്ദരം മറ്റൊന്നുമില്ല രാധേ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, എനിക്ക് നിന്റെ പ്രണയം ഒരിക്കൽ കൂടി വേണം രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, എനിക്കും എൻ്റെ കണ്ണൻ്റെ പ്രണയം
പ്രണയം വേണം. അങ്ങനെയാണെങ്കിൽ വൃന്ദാവനത്തിന് തുല്യമായ, വൃന്ദാവനത്തിന് തുല്യം പരിപാവനമായ ഒരു ദേശം വേണം കണ്ണാ എന്ന് രാധാറാണി പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വൃന്ദാവനത്തിന് തുല്യമായിട്ടൊരു ദേശമുണ്ടെങ്കിൽ അത് മറ്റെവിടെയാണ് രാധേ? തമിഴ്നാട്. തമിഴ്നാടല്ലാതെ മറ്റെവിടെയാണ്? ഇത്രയും ഈശ്വര ഭക്തി നിറഞ്ഞ ഒരു സ്ഥലം ഈ ഭൂമിയിൽ വേറെ ഇല്ല രാധേ. തമിഴ്നാട്ടിലെ ഓരോ പുൽക്കൊടികൾ പോലും ഈശ്വര നാമത്താൽ എഴുന്നു നിൽക്കുന്നവരാണ്. തമിഴ്നാട്ടിലെ ഓരോ മനുഷ്യരും ഈശ്വര വിശ്വാസത്തിൽ ആറാടി നിൽക്കുന്നവരാണ്. അവരെ പോലെ ഭക്തി വേറെ ആർക്കാണുള്ളത്? രാധേ, എൻ്റെ രാധേ, ഒരിക്കൽ കൂടി നിന്റെ പ്രണയം നുകരാൻ ഞാൻ വരികയാണ്, തമിഴ്നാട്ടിലേക്ക് വരികയാണ്. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. വൃന്ദാവനം വിട്ട രാധാജി ഇതാ വരുന്നു. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ല, അവിടുത്തെ ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന ഗ്രാമം. അവിടെ വടഭദ്രശായി ക്ഷേത്രം. ആ വടഭദ്രശായി ക്ഷേത്രത്തിൽ മാല കെട്ടി കൊടുക്കുന്നത് ആരാണ്? പെരിയാഴ്വാർ എന്ന ഒരു വിഷ്ണു ഭക്തനായിരുന്നു. മനസ്സിലായില്ലേ? ആ വിഷ്ണു ഭക്തനാണ് പെരിയാഴ്വാർ എന്ന് പറയുന്നത്. വിഷ്ണു ചിത്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പെരിയാഴ്വാർ എന്നറിയപ്പെടുന്നു. അദ്ദേഹമാണ് അവിടെ മാല കെട്ടി കൊടുക്കുന്നത്. ഈ പെരിയാഴ്വാർ എന്ന് പറയുന്ന വിഷ്ണു ഭക്തൻ ഒരു ദിവസം മാല കെട്ടാനുള്ള പൂക്കളും തുളസീദളങ്ങളുമൊക്കെ ശേഖരിക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലെത്തി. അപ്പോൾ എപ്പോഴും രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ, രംഗനാഥൻ എന്നാണ് അറിയപ്പെടുന്നത്. രംഗനാഥ ഗോവിന്ദ, ഈ ഒരു വിളിയാണ് എപ്പോഴും അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ അദ്ദേഹം എത്തിയിട്ട് ഇങ്ങനെ പൂക്കൾ ശേഖരിച്ചപ്പോൾ കാണാം, ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. എന്തൊരു പ്രഭയാണ്! ആ പ്രഭയിൽ മുങ്ങിക്കുളിച്ച് തുളസി ഇലകൾ താങ്ങി നിർത്തിയിരിക്കുന്നു. അതിമനോഹരമായ ഒരു പെൺകുട്ടി. അത്ഭുതകരമായി പോയി. തുളസി പൂമത്ത പോലെ താങ്ങി പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഓടിച്ചെന്നു. അദ്ദേഹത്തെ നോക്കുകയാണ് ആ ബാലിക. അദ്ദേഹം 2 കൈകൊണ്ടും ആ ബാലികയെ കോരിയെടുത്തു. കൊന്ന പൂങ്കുല പോലെ മനോഹരിയായ അവളെ അദ്ദേഹം തൻ്റെ നെഞ്ചോട് ചേർത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൂങ്കുല പോലെ സുന്ദരിയാണ് നീ, എനിക്ക് ഭൂമിദേവി ദാനം ചെയ്തവളുമാണ് നീ, പൂങ്കുല പോലെ സുന്ദരിയായ നീ കോതൈ എന്നറിയപ്പെടും. മകളെ കോതൈ, ഗോദ എന്നും അത് പറയുന്നുണ്ട്. കോതൈ അല്ലെങ്കിൽ ഗോദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണ്: പൂങ്കുല പോലെ സുന്ദരിയായവളെന്ന് ഒരർത്ഥം, ഭൂമി ദേവിയാൽ ദാനം ചെയ്യപ്പെട്ടവളെന്ന് അടുത്തർത്ഥം. അപ്പൊ അദ്ദേഹം വിളിച്ചു, കോതൈ, എൻ്റെ കോതൈ, എവിടെ കള്ള, കടവുളൈ കോതൈ. അദ്ദേഹം ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി സ്വന്തം മകളായിട്ട് വളർത്താൻ തുടങ്ങി. മനസ്സിലായ? ജീവനായിരുന്നു അദ്ദേഹത്തിന്, ജീവനായിരുന്നു. അപ്പോ വിഷ്ണു ഭക്തര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോതയ്യെ വിഷ്ണു ഭക്തര് ഭൂമിദേവിയുടെ ദാനമായിട്ടാണ് നൽകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് ഈ പെരിയാഴ്വാർ എന്ത് ചെയ്യും? കുട്ടിക്ക് പാൽച്ചോറ് കൊടുക്കും. അങ്ങനെ പാൽച്ചോറ് കൊടുക്കുമ്പം കുട്ടി ഇങ്ങനെ മടി കാണിക്കും, വേണ്ട. അപ്പോൾ പറയും, അപ്പാ ഉങ്ങൾക്ക് രംഗനാഥനക്ക് കഥ ചൊല്ലിത്തരും, രംഗനാഥൻ്റെ കഥ പറഞ്ഞു തരും
എന്ന് പറയും. അപ്പോൾ കുട്ടി അങ്ങ് ചിരിക്കും. അപ്പോൾ കുട്ടി പുഞ്ചിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഏത് കൊടുക്കും? നെയ്ച്ചോറ് കൊടുക്കും. അപ്പോൾ ഈ പാൽച്ചോറും നെയ്ച്ചോറും ഒക്കെ കൊടുക്കുന്ന അവസരത്തിൽ വിഷ്ണുവിൻ്റെ കഥകൾ പറയും. അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ കോതൈ വിഷ്ണു ഭക്തി നിറഞ്ഞ കഥകൾ കേട്ട് നമ്മുടെ കോതൈ കഠിനമായ കൃഷ്ണഭക്തയായി മാറി. അതായത് രംഗനാഥൻ്റെ ഭക്തയായി മാറി. ഈ വളർത്തച്ഛനായ പെരിയാഴ്വാർ സാക്ഷാൽ രംഗനാഥന് ചാർത്താൻ വേണ്ടി എന്ത് ചെയ്യും? കൊരുത്തു വയ്ക്കുന്ന മാലകളുണ്ട്. ഈ മാല എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ രംഗനാഥൻ പോലും അറിയാതെ കോതയെടുത്ത് തൻ്റെ തലയിലും കഴുത്തിലുമൊക്കെ അണിഞ്ഞിട്ട് ഭംഗി നോക്കും. എന്നിട്ട് പറയും, ആഹാ, ശ്രീരംഗനാഥനെ രാപ്പകലിങ്ങനെ ആരാധിച്ച് വരികയില്ലേ? അപ്പോൾ ചോദിക്കും, ശ്രീരംഗനാഥ, കഴുത്തിൽ ഇപ്പോൾ ഭഗവാൻ ഇടാനുള്ള മാലയാണ്, അതെടുത്ത് കഴുത്തിലിട്ടിട്ട് ചോദിക്കും, രംഗനാഥ ദേ നോക്കൂ, രംഗനാഥൻ എൻ്റെ കഴുത്തിൽ മാല ഇട്ടാൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ? രംഗനാഥൻ എന്നാ എൻ്റെ കഴുത്തിൽ മാലയിടുന്നത്? ഞാൻ ഇങ്ങനെ ചൂടിയപ്പം കൊള്ളാമോ രംഗനാഥ? എന്നിട്ട് പൂവെടുത്ത് ഇങ്ങനെ തലയിൽ ചൂടും. തലയിൽ ചൂടുമ്പോഴേക്കും, രംഗനാഥ എങ്ങനുണ്ട് ഇപ്പോൾ? എൻ്റെ രംഗനാഥൻ എൻ്റെ തലമുടിയിൽ ഇതുപോലെ പൂ ചൂടി തരത്തില്ലേ? എൻ്റെ രംഗനാഥന് ഇഷ്ടമല്ലേ ഞാനിങ്ങനെ ചെയ്യുന്നത്? എന്നാ രംഗനാഥ വരുന്നത്? എൻ്റെ കഴുത്തിൽ മാല ചാർത്താൻ എന്ന് വരും രംഗനാഥ? അങ്ങനെ കുറേ നേരം ഇതങ്ങിടും. ഇട്ടതിന് ശേഷമാണ് ഈ പൂമാല എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കും. ഇതൊന്നും അറിയാതെ ഇദ്ദേഹം ഈ പൂമാല എന്ത് ചെയ്യും? കൊണ്ടുചെന്ന് രംഗനാഥ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് കൊടുക്കും. അപ്പം എല്ലാ ദിവസവും നമ്മുടെ ആ കോത ചൂടിയ ആ പൂവാണ് കൊണ്ടുചെന്ന് കൊടുക്കുന്നത്. അങ്ങനെ പൂജാരി എല്ലാ ദിവസവും ഇതെടുത്ത് ഭഗവാന്റെ വിഗ്രഹത്തിലിടും. അങ്ങനെ ഒരു ദിവസം പൂജാരി മാലയിൽ നോക്കിയപ്പോൾ, കടവുളൈ, അപ്പപ്പപ്പപ്പപ്പാ, എന്നായത് ഒരു തലമുടി നാരിഴ കാണുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പൂവിനകത്ത് തലമുടിയുടെ നാരിഴ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാപാപമാണ്. പെരിയാഴ്വാറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നപ്പാ ഇത് എന്നാ ഇതിനകത്ത് എന്താ കാണുന്നത്? തലമുടി കാണുന്നു. പെരിയാഴ്വാർ ഞെട്ടിപ്പോയി. അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചു വീട്ടിൽ പോയിട്ട് വേറെ മാല കെട്ടി കൊണ്ടുവന്നു കൊടുത്തു. കൊടുത്തതിന് ശേഷം മകളെ വിളിച്ചിട്ട് ചോദിച്ചു, അദ്ദേഹത്തിനൊരു സംശയം, മോളെ, ഞാൻ ഭഗവാനെ അണിയിക്കാനായി കൊരുത്തു വച്ചിരുന്ന ആ മാല മോളെടുത്തോ മോളെ? കാരണം ഇന്ന് പൂജാരി അതിനകത്തൊരു തലമുടി കണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ വേറൊരു മാല കെട്ടിക്കൊടുത്തു. എൻ്റെ മോളെങ്ങാനും ഇതെടുത്ത് ചൂടാറുണ്ടോ? മോളുടെ മുടിയാണോ വന്നത്? ഇത്രയും കേട്ടപ്പോഴത്തേക്ക് കോതൈ സന്തോഷം കൊണ്ടങ്ങ് പൊട്ടിച്ചിരിച്ചിട്ട് കോതൈ പറഞ്ഞു, അതേപ്പാ, ഞാൻ എന്നും അപ്പ കെട്ടിവെക്കുന്ന മാല ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിന് മുമ്പെടുത്ത് എൻ്റെ തലയിൽ ചൂടും, എൻ്റെ കഴുത്തിൽ ചൂടി ഭംഗി നോക്കും. എന്നിട്ട് രംഗനാഥൻ എൻ്റെ കഴുത്തിൽ മാലയിട്ടാൽ ഞാൻ ഇത്രയും മനോഹരിയായിരിക്കത്തില്ലേ എന്ന് ആലോചിക്കും. എൻ്റെ രംഗനാഥനോട് ചോദിക്കും, ഭഗവാനെ എന്നും ആരാധിക്കുന്ന അപ്പാവുടെ കോതൈ ഭഗവാനുള്ള മാല ചൂടി ഭംഗി നോക്കിയാൽ ഭഗവാൻ എന്ത് ഇഷ്ടമായിരിക്കും അപ്പാ? ഭഗവാന് ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെ ഇഷ്ടമാകുമെന്ന് വിചാരിച്ച അപ്പാ ഞാനിത് ചെയ്യുന്നത്. ഈ കുട്ടി വളരെ നിഷ്കളങ്കമായി പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഒന്നും പറയാൻ തോന്നിയില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു, നോക്കൂ മോളെ, അങ്ങനെ ചെയ്യരുത് കോതൈ. നീ ചെയ്തത് ഒരു വലിയ തപ്പാണ്, ഒരു വലിയ തെറ്റാണ് നീ ചെയ്തത്. ഭഗവാന് ചാർത്താനുള്ള മാല പരിശുദ്ധമായിരിക്കണം. ഒരിക്കലും അതെടുത്ത് മനുഷ്യരായ നമ്മൾ ആദ്യം ചൂടിക്കൂട മോളെ, അപ്പോൾ അത് അശുദ്ധമായി തീരും. ഈ അശുദ്ധമായ മാല ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നത് പാപമാണ് മോളെ. അത്രയും കേട്ടപ്പോൾ കോതയുടെ കണ്ണ് നിറഞ്ഞു. അയ്യോ അപ്പാ, ഞാൻ പാപം ചെയ്തു പോയല്ലോ അപ്പാ.
അപ്പാടെ കാലേ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അപ്പാ മന്നിക്കണം, അപ്പാ മന്നിക്കണം, ഈ മകൾ അറിയാതെ ചെയ്തു പോയ തെറ്റാണപ്പാ. രംഗനാഥൻ ഇനി എന്നെ ശിക്ഷിക്കുവോ അപ്പാ? രംഗനാഥൻ എന്നെ വെറുക്കുവോ അപ്പാ? എനിക്ക് രംഗനാഥൻ വെറുക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ഈ പാവത്തിനോട് രംഗനാഥൻ ക്ഷമിക്കില്ലേ അപ്പാ? ഈ പാവത്തിനോട് രംഗനാഥൻ ക്ഷമിക്കില്ലേ അപ്പാ? നമ്മളോട് ക്ഷമിക്കൂ അപ്പാ. അപ്പാ, ഞാൻ ഇങ്ങനെ കെട്ടിയത് കൊണ്ട് ഇനി രംഗനാഥൻ എന്നെ വെറുക്കുവോ അപ്പാ? രംഗനാഥൻ വെറുത്താൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലപ്പാ. അദ്ദേഹം തൻ്റെ മകളെ ഇങ്ങനെ നോക്കുകയാണ്. മകളുടെ സങ്കടം ഇങ്ങനെ അണപൊട്ടി. അപ്പോൾ പെരിയാഴ്വാർ മകളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു, ആശ്വസിപ്പിച്ചു. എന്നിട്ട് കോതയിയോട് പറഞ്ഞു, കോതയി കരയാതെ കണ്ണാ, അഴകാതെ കണ്ണാ, അഴകാതെ അഴകാതെ. രംഗനാഥനുക്ക് ரொம்ப ഇഷ്ടമായിരിക്കും ഉങ്ങളെ, ரொம்ப ഇഷ്ടമായിരിക്കും. അഴകാതെ കണ്ണാ. ആ നെഞ്ചത്ത് കരഞ്ഞ് 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 തളർന്ന് തളർന്ന് നമ്മുടെ കോതയി മയങ്ങി. ആ മയക്കത്തിലും കോതയി പറയും, രംഗനാഥ, രംഗനാഥ, എന്നോട് ഇഷ്ടക്കേട് തോന്നല്ലേ രംഗനാഥ, എനിക്കറിയാതെ ചെയ്തതാണ് രംഗനാഥ, തപ്പ് തപ്പ്, മന്നിച്ചിടുങ്കോ മന്നിച്ചിടുങ്കോ. അദ്ദേഹത്തിന് മകളോട് വല്ലാത്ത വാത്സല്യം തോന്നി. 15 വയസ്സാണ്, 15 വയസ്സാണ്. അന്ന് രാത്രി അവിടുത്തെ പൂജാരി ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ അസാധാരണമായ ഒരു പ്രകാശം അവിടെ പരന്നു. അസാധാരണമായ ഒരു പ്രകാശം. ആ പ്രകാശത്തിൽ പൂജാരിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി, ഭയങ്കരമായ അസ്വസ്ഥത തോന്നി. അതേ, ഒരു രൂപം വരികയാണ്. പൂജാരി നോക്കിയപ്പോൾ സാക്ഷാൽ രംഗനാഥൻ, സാക്ഷാൽ രംഗനാഥൻ. രംഗനാഥൻ പൂജാരിയോട് പറഞ്ഞു, ആര് പറഞ്ഞു കോതൈ ചൂടിയ മുടി, കോതൈ ചൂടിയ പൂമാല അത് മാറ്റാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? എനിക്ക് കോതൈ ചൂടാത്ത മാലയേക്കാൾ കോതൈ ചൂടിയ മാലയാണ് എനിക്ക് പ്രിയം. അതിൻ്റെ സുഗന്ധം ഒന്ന് വേറെ തന്നെയാണ്. നാളെ മുതൽ എനിക്ക് കെട്ടുന്ന മാല കോതൈ ചൂടിയതായിരിക്കണം. കോതൈ ചൂടാത്ത മാല എൻ്റെ വിഗ്രഹത്തിൽ നീ ചാർത്താൻ പാടില്ല. നീ ചാർത്തിയ മാലയുണ്ടല്ലോ, കോതൈ ചൂടാത്ത മാല, അത് ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റ് അടുത്ത ദിവസം ഓടിച്ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹം രണ്ടാമത് പെരിയാഴ്വാർ കെട്ടിക്കൊടുത്ത മാല അവിടില്ല. ആ മാല അപ്രത്യക്ഷമായി നിൽക്കുന്നു. പൂജാരിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അന്നു മുതൽ നമ്മുടെ ആണ്ടാള് ചൂടിക്കൊടുത്ത ചൂടർക്കൊടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചൂടിക്കൊടുത്ത ചൂടർക്കൊടി എന്നറിയപ്പെടും. അഗ്ര ഭഗവാനെ തൻ്റെ ഭക്തിയുടെ തീവ്രത കൊണ്ട് മുഗ്ധമാക്കി. അങ്ങനെ അതോടുകൂടി കോതൈ ആണ്ടാൾ എന്ന പേരിൽ പ്രശസ്തയായി. ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. പൂജാരി എല്ലാവരിടത്തും പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, ഭഗവാൻ സ്വപ്നദർശനം തന്നു. നമ്മുടെ ആണ്ടാള് കോതൈ ചൂടിയത് മാത്രം മതി എന്നാണ് അർത്ഥം. അതായത് കോതൈ ചൂടിയ പൂമാല മാത്രം മതി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഭക്തിഗീതങ്ങൾ കൊണ്ട് ഭഗവാന്റെ മനസ്സിൽ കയറിക്കൂടിയവളെയാണ് ആണ്ടാളെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ ഇത് കോതൈയല്ല, ഭക്തി കൊണ്ട് ഭഗവാനെ കീഴടക്കിയ ആ മഹതിയായതുകൊണ്ട് ഇവൾ ആണ്ടാളെന്നറിയപ്പെടും. ആ നിമിഷം മുതൽ കോതൈ ആണ്ടാളെന്നറിയപ്പെട്ടു. അന്നു മുതൽ എല്ലാ ദിവസവും ആണ്ടാള് പൂമാലയെടുത്ത് തലമുടിയിൽ ചൂടും, കഴുത്തിലിടും. ആ മാല രംഗനാഥൻ്റെ അടുത്ത് കൊണ്ടിടും. എന്ന് മാത്രവുമല്ല, രാത്രിയാവുമ്പോൾ ആ മയക്കത്തിൽ രംഗനാഥൻ വരും. വന്നിട്ട് പറയും, ആണ്ടാൾ നിന്റെ മുടിക്ക് എന്നാ സുഗന്ധം, പപ്പപ്പപ്പാ എന്നാ സുഗന്ധം നിന്റെ മുടിക്ക്. അപ്പോ ആണ്ടാള് പുഞ്ചിരിക്കും. അപ്പോൾ ചോദിക്കും, ரொம்ப ഇഷ്ടം,
ഒരുപാട് ഇഷ്ടമായ. അപ്പോൾ രംഗനാഥൻ പറയും, ரொம்ப പിടിച്ചിരിക്ക് കണ്ണേ, ரொம்ப പിടിച്ചിരിക്ക്. എന്നിട്ട് ആ മുടി ഇങ്ങനെ രംഗനാഥൻ കോരിയെടുത്ത് തൻ്റെ മുഖത്തേക്കിടും. അതെ, പണ്ട് വൃന്ദാവനത്തിൽ രാധാറാണിയുടെ മുടിയും ഇതുപോലെ കൃഷ്ണനെടുത്തിടുമായിരുന്നു. ആണ്ടാൾ, നിന്റെ മുടിക്ക് എന്നാ സുഗന്ധമാണ്ടാൾ. ആണ്ടാൾ പുഞ്ചിരിക്കും. അടുത്ത് കിടക്കുന്ന പെരിയാഴ്വാർ ചോദിക്കും, നീ എന്തേ പുഞ്ചിരിക്കുന്നത്? അപ്പോഴാണ് പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്. എല്ലാ ദിവസവും ഇത് നടക്കുമായിരുന്നു. അങ്ങനെ ആണ്ടാൾക്ക് വിവാഹപ്രായമെത്തി. ഇക്കാര്യം പെരിയാഴ്വാർ മകളെ ഓർമ്മപ്പെടുത്തി, മോളെ നിനക്ക് വിവാഹപ്രായമെത്തി. അപ്പൊ ആണ്ടാൾ പറഞ്ഞു, അപ്പാ എനിക്ക് എൻ്റെ കഴുത്തിൽ വേറൊരു പുരുഷൻ, അത് താലി കെട്ടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പെരിയാഴ്വാർ ഞെട്ടിപ്പോയി. പിന്നെ ആരാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടത്? ഞാൻ ശ്രീ രംഗനാഥനെ മാത്രമേ വിവാഹം കഴിക്കൂ. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. അപ്പ നോക്കിക്കോ, ഭഗവാൻ രംഗനാഥൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടും, എന്നെ കൈ പിടിച്ചു കൊണ്ടുപോകും. പെരിയാഴ്വാർ വല്ലാതെ വിഷമിച്ചു. ഭഗവാൻ ഒരു മനുഷ്യ സ്ത്രീയെ എങ്ങനെ വിവാഹം കഴിക്കും? അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, മോളെ നീ ഇങ്ങനെ വാശി പിടിക്കരുത്, ദൈവഭക്തി കൊള്ളാം, പക്ഷെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മോളെ നിന്നെ വിവാഹം കഴിക്കില്ല, നീ മനുഷ്യ സ്ത്രീയാണ്. ഇല്ലപ്പാ, എൻ്റെ രംഗനാഥൻ വരും. രംഗനാഥൻ വന്ന് എൻ്റെ കഴുത്തിൽ പൂമാല അണിയിക്കും, എൻ്റെ വിരൽ പിടിച്ചു കൊണ്ടുപോകും. അപ്പടിയാ രംഗനാഥൻ വന്നില്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. രംഗനാഥനല്ലാതെ ഒരു പുരുഷൻ എനിക്ക് വേണ്ട. വല്ലാത്ത വിഷമത്തോടുകൂടി, വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് അന്ന് രാത്രി ആഴ്വാർ കടന്നത്. അന്ന് രാത്രിയായപ്പോൾ ആഴ്വാറിന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ വരികയാണ് ഭഗവാൻ. സാക്ഷാൽ രംഗനാഥൻ വരികയാണ്. രംഗനാഥൻ പറയുകയാണ്, ആഴ്വാർ. അദ്ദേഹം കണ്ണുകൾ തുറന്നു. ആഴ്വാർ, ആണ്ടാളിനെ നീ നാളെ വധുവിനെ പോലെ അണിയിച്ചൊരുക്കണം, ഒരുക്കി ക്ഷേത്രത്തിലേക്ക് എന്നെ കാണാൻ വരണം. അത്രയും പറഞ്ഞിട്ട് അപ്രത്യക്ഷനായി. ആഴ്വാർ രാവിലെ എഴുന്നേറ്റു. ആഴ്വാർക്ക് രണ്ട് മനസ്സാണ്. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ കണ്ടത് വെറുമൊരു സ്വപ്നമാണോ അതോ സത്യമാണോ? അദ്ദേഹം കൈകൾ കൂട്ടിത്തിരുമി. എന്ത് പറയണമെന്നറിയില്ല. അപ്പോൾ ആണ്ടാള് ചോദിച്ചു, എന്നാപ്പാ? അതായത് അപ്പ വല്ലാതെ അസ്വസ്ഥരാകുന്നു. അപ്പോൾ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, മോളെ ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, നിന്നെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകാനാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, എൻ്റെ രംഗനാഥൻ എന്നെ വിളിച്ചതാണ്, അത് സ്വപ്നമല്ലപ്പാ, അത് സത്യമാണപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ആണ്ടാൾ അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി. ഈ സ്വപ്നം ആണ്ടാളിതാ എൻ്റെ അടുക്കലേക്ക് വരാൻ പോകുന്നുവെന്ന് അവിടുത്തെ പ്രദേശത്തെ കഠിനമായ രംഗനാഥ ഭക്തർക്കും അറിയിപ്പ് കൊടുത്തു. പല രംഗനാഥ ഭക്തരും കണ്ടു. അവരോടും പറഞ്ഞു, രംഗനാഥൻ പറഞ്ഞു, നാളെ വരണം, നാളെ എൻ്റെയും ആണ്ടാളുടെയും വിവാഹമാണെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കഠിന രംഗനാഥ ഭക്തരാണ്. അവരുറക്കമെഴുന്നേറ്റപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ആണ്ടാളിനെ അണിയിച്ചൊരുക്കി നവവധുവായിട്ട് ആണ്ടാളിനെ കൊണ്ടുപോവുകയാണ്. അണിയിച്ചൊരുക്കി കൊണ്ടുപോവുകയാണ്. ആണ്ടാള് നടന്നടുക്കുകയാണ്. ആണ്ടാള് രംഗനാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. എല്ലാവരും സ്തബ്ധരായി നിൽക്കുകയാണ്. നവവധുവിന്റെ വേഷമിട്ട ആണ്ടാള് നടന്ന് ചെന്നു. രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ. അവിടെ കൂടിയിരുന്നവർക്കെല്ലാം രോമാഞ്ചമുണ്ടായി. ആണ്ടാള് നടന്നടുക്കുകയാണ്. അവരെല്ലാം ഉച്ചത്തിൽ വിളിച്ചു, രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ. ആണ്ടാള് നടന്ന് ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിനടുത്തേക്ക് കയറി. പൂജാരിക്ക് തടയണമെന്നുണ്ട്, പക്ഷേ കൈപോലും അനങ്ങുന്നില്ല. ഇപ്പോൾ രംഗനാഥന്റെ ബിംബവും
ആണ്ടാളും നേർക്ക് നേർ നിൽക്കുകയാണ്. അന്തരീക്ഷം മുഴുവനും ഭക്തിസാന്ദ്രമാവുകയാണ്. രംഗനാഥ ഗോവിന്ദ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ ഗോവിന്ദ. ആണ്ടാള് വിളിച്ചു, രംഗനാഥ രംഗനാഥ. മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി മറന്നനന്താളാൽ. അവിടെല്ലാം ആണ്ടാളിന്റെ തിരുപ്പാവയിലെ ആ വരികളങ്ങനെ മുഴങ്ങുകയാണ്. ആണ്ടാള് വിളിച്ചു, രംഗനാഥ രംഗനാഥ ഗോവിന്ദ. പെട്ടെന്നാണ് ഒരു വിസ്ഫോടനം പോലൊരു ശബ്ദം, അസാമാന്യമായ ഒരു പ്രകാശപൂരം. ഒരു നിമിഷം ആളുകൾക്ക് കണ്ണു മഞ്ഞളിച്ചു പോയി. അവരിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ അവർ കാണുകയാണ്, അതേ രംഗനാഥന്റെ ബിംബത്തിൽ നിന്ന് വരികയാണ് സാക്ഷാൽ ഭഗവാൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് ആണ്ടാളിനെ ചേർത്ത് വയ്ക്കുകയാണ്, ആണ്ടാളിനെ ചേർത്ത് വയ്ക്കുകയാണ്. രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ, ഗോവിന്ദ രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ. ഭക്തിസാന്ദ്രമാവുകയാണ് അവിടെ മുഴുവനും, ഭക്തിസാന്ദ്രമാവുകയാണ് അവിടെ മുഴുവനും. രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ. അപ്പോഴതാ സാക്ഷാൽ രംഗനാഥ സ്വാമി, സാക്ഷാൽ രംഗനാഥ സ്വാമി പറയുകയാണ്, മാർഗഴി തിങ്കൾ മതിമറന്തനാളാൽ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ. നീരാട പോതുവീർ പോതുമിനോ നേരിഴയീർ, നീരാട പോതുവീർ പോതുവിനോ നേരിഴയീർ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്താളാൽ. എന്നിട്ട് അവരെ കൂടിയിരുന്നവരെ നോക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ രംഗനാഥൻ തൻ്റെ സ്വതസിദ്ധമായ കണ്ണിറുക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ ആണ്ടാൾ എഴുതിയ ഈ വരികൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്, എൻ്റെ ആണ്ടാളിൻ്റെ തിരുപ്പാവി എനിക്ക് പ്രിയപ്പെട്ടതാണ്. ആരാണോ മാർഗഴി മാസത്തിൽ വിധിപ്രകാരം വ്രതമനുഷ്ഠിച്ച് ഇത് പാടുന്നത് അവരെന്നെ പ്രാപിക്കും, നിശ്ചയമായും അവരെന്നെ പ്രാപിക്കും. അവരെൻ്റെ ഗോപികമാരായി എന്നോടൊപ്പം ഉണ്ടാകും. അപ്പോഴേക്കും ഭക്തജനങ്ങളെ ഇളകി മറിഞ്ഞു. അവര് പറഞ്ഞു, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി മറൈந்த നന്നാളാൽ. ഒരു ശബ്ദം, ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം സാക്ഷാൽ രംഗനാഥനും ആണ്ടാളും ആ ബിംബത്തിൽ ലയിച്ചു, ആണ്ടാളും ആ ബിംബത്തിൽ ലയിച്ചു. നിശ്ചലരായി നിൽക്കുകയാണ്. രാധാകൃഷ്ണ സംഗമം. വീണ്ടും കൃഷ്ണനും രാധയും രംഗനാഥനും ആണ്ടാളും ഒന്നായി കഴിഞ്ഞു. രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ. ആളുകൾ ഭക്തിസാന്ദ്രമായി വിളിച്ചു, രംഗനാഥ ഗോവിന്ദ, രംഗനാഥ ഗോവിന്ദ. ഒരു നിമിഷം എല്ലാവരും നിശ്ചലരായി. അപ്പോൾ അവർ കേൾക്കുകയാണ് സാക്ഷാൽ രംഗനാഥനും സാക്ഷാൽ ആണ്ടാളും കൂടെ ചേർന്ന് പാടുന്നത്. അവർ കേൾക്കുകയാണ്, ആ പുണ്യാത്മാക്കൾ കേൾക്കുകയാണ്. അവരുടെ തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. അതേ, സാക്ഷാൽ കൃഷ്ണനും സാക്ഷാൽ രാധാജിയും പാടുകയാണ്, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ മതി നിറൈந்த നന്നാളാൽ, മാർഗഴി തിങ്കൾ
തിങ്കൾ മതി നിറൈന്താനന്താളാൽ രാധേ രാധേ ഓ രാധേ 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 ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ